ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. ചാമരം പാർട്ട് 8. തലേന്ന് നാടകമുണ്ടായിരുന്നു, ഇന്നും നാടകമുണ്ട്. അതുകൊണ്ട് രാജേഷും വിനീതും നല്ല ഉറക്കത്തിലായിരുന്നു. രാജേഷിനെ വിളിച്ചു ഉണർത്തി ഹാരിസ് ഒരു നുണ പറഞ്ഞു. ഇടയ്ക്കിടെ ഉണ്ടാവാറുള്ള ആ നെഞ്ചുവേദന ദാ രാവിലെ തൊട്ട്. ഇങ്ങനെയായാൽ ഇന്നെനിക്ക് മൂസാക്കുട്ടിയോടും അശോകനോടും ഒപ്പം പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പൊ പിന്നെ എന്തു ചെയ്യും? അവർ രണ്ടുപേരും മതിയോ? രാജേഷിന് അമ്പരപ്പ്. എനിക്കറിയില്ല. ഹാരിസ് നെഞ്ചു തിരുമ്മി. രാജേഷ് അനിയനെ വിളിച്ചുണർത്തി. നമുക്ക് ആരെങ്കിലും ഒരാളെ കൂടി സംഘടിപ്പിക്കാം, വിനീത് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ വരാം, പക്ഷേ ഹാരിസും കൂടെ വേണം. നീ പോകാൻ പറ്റില്ല, രാജേഷ് വിനീതിനോട് പറഞ്ഞു. ഇന്ന് നാടകമുള്ളതാ. അച്ഛനാണെങ്കിൽ ഇന്നലെ മുതലേ മൂടൗട്ടാ. ഇന്ന് നാടകത്തിനില്ലെന്നാ പറഞ്ഞത്. ആ നിലയ്ക്ക് നീയും വന്നില്ലെങ്കിൽ നാടകം മുടങ്ങും. ഒടുവിൽ ഹാരിസ് പോയി മൂസാക്കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ ഒരുത്തനെ കൊണ്ടുവരാം, പയ്യനാണെങ്കിലും എന്തിനും പോന്നവനാ, മൂസാക്കുട്ടി പറഞ്ഞു. കണ്ട ഒരു കോളേജ് കുമാരനാണെന്നേ തോന്നും. കിട്ടണ കാശ് മുഴുവൻ തിന്നും ഡ്രസ്സ് വാങ്ങി തൊലയ്ക്കും പായ. ഉപ്പയില്ല, ഉമ്മ ഭ്രാന്തി. 12-ാം വയസ്സിൽ സ്വർണമാലയ്ക്ക് വേണ്ടി ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു കിഴവീനെ തട്ടി. ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ശരിക്കും മോനൊരു പ്രൊഫഷണൽ കില്ലറായി. പേര് നസറുദ്ദീൻ. നല്ല മുഞ്ചുള്ള മോറ്. പരിചയമില്ലാത്തവര് കണ്ട തൊഴിലിതാണെന്ന് വിശ്വസിക്കൂല. കാശിന് ആർത്തിയുള്ള സൈസ. അതുകൊണ്ട് ചതിക്കാനും മടിക്കൂല. പക്ഷേ എന്റെ അടുത്ത് വേല പറ്റൂല കേട്ടോ. ആരെങ്കിലും ആവട്ടെ, വിളിച്ചോണ്ട് വാ, ചോദിക്കണത് കൊടുക്കാം, വിനീത് പറഞ്ഞു. എവിടെ തപ്പിയാലാണ് ഓനെ കിട്ടണമെന്ന് പറയാൻ പറ്റൂല. 2-3 ഫോൺ നമ്പറുണ്ട്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഉച്ച കഴിഞ്ഞ് നാടകവണ്ടി പുറപ്പെടാൻ നേരത്തെ മൂസാക്കുട്ടി വിനീതിന്റെ മുന്നിലെത്തി. ഓൻ വരും. ഇങ്ങോട്ട് കൊണ്ടുവരണോ? വേണ്ട, കാര്യം നടന്നാ മതി. തുക അവന് മുൻകൂർ കിട്ടണം. അവനു മാത്രമല്ല, എനിക്കും. മൂസാക്കുട്ടി തുക പറഞ്ഞു. വിനീത് കണക്ക് തീർത്തു. അത് കണ്ടപ്പോൾ തങ്ങൾക്കും തുക മുൻകൂറായി കിട്ടണമെന്നായി ഹാരിസും അശോകനും. സംഭവം കഴിഞ്ഞാ പിന്നെ 1 മാസത്തേക്കെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് മുങ്ങും. അപ്പോ കുടുംബത്തിൽ എന്തേലും കൊടുക്കാതെ പോകാൻ പറ്റൂല. നിങ്ങൾ അങ്ങനെ മുങ്ങിയാൽ സംശയത്തിനിടയാവില്ലേ? ഞങ്ങൾ ഇവിടെ നിന്നാൽ സംശയം തോന്നി പിടിച്ചുകൊണ്ട് പോയി ചോദ്യം ചെയ്താലോ? ഞാൻ പിന്നെയും പറഞ്ഞു നിൽക്കും, ഈ അശോകൻ ഒരു ഫൂളാ. തിരിച്ചും മറിച്ചും ചോദിച്ചാൽ വല്ല മണ്ടത്തരം വിളമ്പിയാലോ? ഹാരിസ് ചോദിച്ചു. അത് ശരിയാണെന്ന് വിനീതിനും തോന്നി. അതുകൊണ്ട് സംഭവം കഴിഞ്ഞ് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പായാൽ ഞങ്ങൾ ഇങ്ങ് വരാം. അശോകനെ ഇവിടെ ആർക്കും അത്ര പരിചയമില്ലാത്തത് കൊണ്ട് അവന്റെ അഭാവം ആരും അറിയാൻ പോണില്ല. ചെസ്റ്റ് പെയിന്റ് ചികിത്സയ്ക്ക് 1 മാസത്തേക്ക് മദ്രാസിലുള്ള അച്ചായന്റെ അടുത്ത് പോകുന്നു ഞാനിവിടെ ഒരു ന്യൂസ് ഫ്ലാഷ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ആരും സംശയിക്കാനും പോണില്ല. അല്ലേലും ഞങ്ങളാരും പ്രൊഫഷണൽ കില്ലേഴ്സ് അല്ലല്ലോ. ഹാരിസ് ചിരിച്ചു. അന്ന് തന്നെ വലിയൊരു തുക ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടി വന്നു വിനീതിന്. രാത്രി 8-നും 8:30-ക്കും ഇടയ്ക്കാണ് കാശ്യപ് ചൈത്ര നികുഞ്ചത്തിൽ നിന്ന് പുറപ്പെടുക. 9-ന് മുമ്പ് വീട്ടിലെത്തിയിരിക്കും. 8-നും 9-നും ഇടയിൽ കൃത്യം നടന്നിരിക്കണം. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് എല്ലാം നടത്തിക്കൊള്ളാമെന്ന് ഹാരിസ് വാക്കുകൊടുത്തു. വിനീതും രാജേഷും നാടക വണ്ടിയിൽ കയറി. മോഹൻ മേനോൻ നാടകത്തിന് പോകാതെ വീടിനുള്ളിൽ തന്നെ ഇരുന്നു. മേനോൻ വീട്ടിലുള്ളത് കൊണ്ട് ആയിഷയും വീട്ടിൽ തന്നെ നിർത്തി. ദിവസങ്ങളായി ആയിഷയ്ക്ക് പകരം ഡ്യൂപ്പാണ് സ്റ്റേജിൽ കയറുന്നത്. ഇന്ന് മേനോന് പകരം രാജേഷ് വേഷം ചെയ്യും. രാജേഷിന്റെ റോൾ വിനീതും അവതരിപ്പിക്കും. യാത്രക്കിടയിൽ ചായ കഴിക്കാനായി വണ്ടി നിർത്തിയപ്പോൾ രാജേഷ് ഇറങ്ങി ഒരു ബൂത്തിൽ നിന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്തു. മുൻകൂട്ടിയുള്ള തീരുമാനമനുസരിച്ച് മേനോൻ ഫോൺ എടുത്തില്ല. അതുകൊണ്ട് ആയിഷ തന്നെയാണ് കോൾ അറ്റൻഡ് ചെയ്തത്. ആയിഷുവാണോ? കാശ്യപിന്റെ സ്വരത്തിൽ രാജേഷ് ചോദിച്ചു. അയാളുടെ തൊണ്ട വല്ലാതെ വിറച്ചു. അതെ, ആയിഷയുടെ ശബ്ദത്തിനും പതർച്ചയുണ്ടായിരുന്നു. ഞാൻ കാശ്യപാണ്, ഒരു വിധത്തിലാണ് രാജേഷ് പറഞ്ഞത്. അയാൾക്ക് നല്ല കുറ്റബോധമുണ്ടായിരുന്നു. ഒരുമിച്ച് ജീവിക്കാൻ നമ്മളെ എന്റെ അച്ഛൻ അനുവദിക്കില്ല മോളെ. നമുക്ക് പിരിയാം. നമ്മൾ ഇനി കാണില്ല. എന്നോട് പൊറുക്ക്. മറുപടി പറയാൻ അനുവദിക്കാതെ രാജേഷ് ഫോൺ വെച്ചു. ആയിഷ തളർന്നുപോയി. കാശ്യപ്, അവൾ പലവട്ടം വിളിച്ചു. ലൈൻ ഡിസ്കണക്ട് ആയത് മനസ്സിലായി. സഹിക്കാനായില്ല ആയിഷയ്ക്ക്. പിരിയുക, അത് ഓർക്കാൻ വയ്യ. കാശ്യപില്ലാത്ത ജീവിതമേ വേണ്ട. എന്ത് വേണമെന്ന് അവൾ ആലോചിച്ചു. ഇവിടെ എല്ലാം അവസാനിപ്പിച്ചാലോ? എല്ലാവർക്കും സമാധാനമാവട്ടെ. പിന്നെ ഒന്നും ചിന്തിച്ചില്ല അവൾ. ഏട്ടത്തി അമ്മയായ ആൻമേരിയുടെ മുറിയിൽ കടന്നു. ആൻമേരി ആശുപത്രിയിലായിരുന്നു. ഉറക്കക്കുറവിന് കഴിഞ്ഞ ദിവസമാണ് മേരി ആയിഷയ്ക്ക് കാമ്പോസ് നൽകിയത്. ഡോസ് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു.
കൃത്യം ഡോസേ തന്നതുമുള്ളൂ. പക്ഷേ അലമാര തുറന്ന് ആയിഷ ഒരു മുഴുവൻ ബോട്ടിലും എടുത്തു. എല്ലാ അർത്ഥത്തിലും ഭാഗ്യവാനായിരുന്നു ജയപാല പണിക്കർ. തന്റെ ആഗ്രഹത്തിനെതിരെയുള്ള മകന്റെ പ്രേമം മാത്രമായിരുന്നു അയാളുടെ ഏക പ്രശ്നം. ഒരു പോറലും ഏൽപ്പിക്കാതെ മകനെ തിരിച്ചെടുക്കാനുള്ള വഴികളെക്കുറിച്ച് മാത്രമാണ് അയാൾ സദാ ചിന്തിച്ചത്. അക്രമ മാർഗങ്ങൾക്കൊപ്പം അല്പം സൂത്രപ്പണികളും ആലോചിച്ചു. മാർഗം അയാൾക്ക് പ്രശ്നമല്ല, എളുപ്പം ലക്ഷ്യത്തിലെത്തണം. അങ്ങനെയാണ് ചില ജ്യോത്സ്യന്മാരെയും മന്ത്രവാദികളെയും കണ്ടത്. ഇപ്പോൾ സമയം നല്ലതാണ്, എന്തിച്ഛിച്ചാലും നടക്കും. പ്രശസ്തനായ ജ്യോത്സ്യൻ പ്രവചിച്ചു. അയാൾ മടങ്ങിപ്പോയി 1/2 മണിക്കൂർ കഴിയും മുമ്പാണ് ഫോൺ. ഒരു ന്യൂസ് ഉണ്ടല്ലോ പണിക്കരെ. പണിക്കരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ പ്രമുഖനും ബാർ ഉടമയുമായ സദാനന്ദൻ മുതലാളിയായിരുന്നു ലൈനി. എന്താ സദാനന്ദ? പണിക്കർക്ക് ആകാംക്ഷയായി. നാടകക്കാരൻ മേനോന്റെ മോള് തന്റെ മകൻ വിളിച്ചാൽ ഇറങ്ങി വരണ ലക്ഷണമാണല്ലോ കാണുന്നത്. ആ കടപ്പുറത്തുള്ളൊരു മുക്കുവ പെണ്ണ അവർക്കിടയിലെ ഹംസം. ഇന്നാ ഞാൻ അറിഞ്ഞത്. മേനോന്റെ ട്രൂപ്പിലെ നടിയ അവളും. കാശ് വിളിച്ച ആയിഷ പോരൂന്ന് അവള് പറയണത്. അവളെ താൻ എങ്ങനെയെങ്കിലും പാട്ടിലാക്കണം. ഹംസം വിചാരിച്ചാൽ ദമയന്തിന്റെ മനസ്സ് മാറിയാലോ. ഇല്ലേ തന്റെ സ്വപ്നങ്ങളൊക്കെ കുഴിയിലാവും പണിക്കരെ. സദാനന്ദൻ ചിരിച്ചു. പണിക്കരുടെ കണ്ണുകൾ മിഴിഞ്ഞു. ആ ആട്ടക്കാരി പെണ്ണും മകന്റെ ഒപ്പം ഇറങ്ങിപ്പോന്നാലേ പിന്നെ തനിക്ക് അവളെ ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. കോടതി സാക്ഷിയായിട്ടാവും തന്റെ മോന്റെ ഒപ്പം ആ പെങ്കൊച്ചിറങ്ങി പോവുക. പിന്നെ അവളുടെ രോമം പൊഴിഞ്ഞാ മതി. താൻ ഉത്തരം പറയേണ്ടി വരും. അതാ നിയമം. കയ്യാങ്കളിക്ക് മുതിർന്നാൽ താൻ അകത്താവും, മകൻ തനിക്ക് എതിരുവാവും. അതുകൊണ്ട് ഒന്നുകിൽ ആ പെണ്ണ് തന്റെ മോന്റെ ഒപ്പം പോരരുത്, അല്ലെങ്കിൽ കോടതിയിലെത്താനായി അവളെ വെച്ചേക്കരുത്. ആദ്യത്തേതല്ലേ ലാഭം. നടക്കുമെങ്കിൽ നടക്കും. ആ ഹംസമുണ്ടല്ലോ, കടപ്പുറത്തുള്ള മുക്കുവ പെണ്ണ്, അവളെ എനിക്കൊന്ന് കാണിച്ചു തന്നാ മതി. എന്റെ അടുത്ത് ന്യൂസ് വന്ന ചെക്കനെ ഞാൻ അങ്ങോട്ട് അയക്കാം, കൂട്ടിക്കൊണ്ടു പോയിക്കോ. സദാനന്ദൻ ഫോൺ വെച്ചു. പണിക്കർ പിന്നെ സമയം കളഞ്ഞില്ല. ഒന്നും പിന്നത്തേക്ക് വെക്കുന്ന കൂട്ടത്തിലല്ലല്ലോ അയാൾ. കടപ്പുറ നിവാസികളായ 2 ഗുണ്ടകളെയാണ് അയാൾ സഹായത്തിന് കൂട്ടിയത്. ചെറുപ്രായക്കാരി പെണ്ണാണെങ്കിലും വല്ലാത്തൊരു പഹച്ചി അവള്. സഹായികളിൽ ഒരാൾ പറഞ്ഞു, ഇഷ്ടമില്ലാത്തതൊന്നും അവൾ ചെയ്യൂല. എത്ര തരം പഹച്ചികളെയും പഹയന്മാരെയും ഞാൻ കണ്ടിരിക്കണടോ. പണിക്കർ പൊട്ടിച്ചിരിച്ചു. നിങ്ങൾ അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു വന്നാൽ മതി, ബാക്കി എനിക്കറിയാം. സിനിമയിൽ അഭിനയിക്കാനാണെന്നും പറഞ്ഞാണ് റീനയെ അവർ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സിനിമകളിലും സീരിയലുകളിലും കൊച്ചു കൊച്ചു വേഷങ്ങൾ അവൾക്ക് കിട്ടാറുണ്ട്. പലപ്പോഴും 1-2 ദിവസത്തെ വർക്കുകൾ. തനിച്ചാണ് അവൾ പോവുക. വീട്ടിൽ കൃത്യവിവരങ്ങളൊന്നും നൽകാറില്ല. സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട സമയമായതുകൊണ്ട് റീനയ്ക്ക് ഉത്സാഹം തോന്നി. ഒരു വാതിലടയുമ്പോൾ 10 വാതിൽ വേറെ തുറന്നു കിട്ടുമല്ലോ എന്ന് അവൾ മനസ്സാൽ സന്തോഷിച്ചു. പ്രൊഡക്ഷൻ ഏത്, ഡയറക്ടർ ഏത് എന്നൊന്നും ചോദിക്കാൻ നിൽക്കാതെ തിടുക്കത്തിൽ വേഷം മാറി അവൾ വണ്ടിയിൽ കയറി. സദാനന്ദന്റെ ഹോട്ടലിലെ AC സ്യൂട്ടിലാണ് ജയപാല പണിക്കർ അവൾക്കായി കാത്തിരുന്നത്. അഭിനയിപ്പിക്കാനായി വിളിച്ചതല്ല നിന്നെ. മുഖവര കൂടാതെ പണിക്കർ ഉള്ള കാര്യം വെളിപ്പെടുത്തി. ഈ ജോലിക്കായി നീ അർഹിക്കുന്നതിലും വലിയൊരു തുക നിനക്ക് ഞാൻ തരികയും ചെയ്യും. എന്തു പറയുന്നു? ഒരിക്കൽ നിങ്ങളുടെ മകനും ഇതേപോലെ കൈക്കൂലിയുമായി എന്റെ അടുത്ത് വന്നതാ സാറേ. പക്ഷെ കൈക്കൂലിയുടെ ആളല്ല ഞാൻ. എന്ന് വെച്ച് കൂലി കണക്ക് പറഞ്ഞ് മേടിക്കാനും മടിക്കില്ല. എന്ത് ചെയ്യാം, മനസ്സുകളെ കൂട്ടിച്ചേർക്കാനും വേർപിരിക്കാനും എനിക്ക് വശമില്ല. താനെ കൂടിച്ചേർന്നവരെ വേർപിരിക്കാനും ഞാൻ തയ്യാറല്ല. അത് കേട്ട് ഉച്ചത്തിൽ ചിരിച്ചു ജയപാല പണിക്കർ. എല്ലാ നടികളും ഡയലോഗുകളെ കാച്ചു. സാധാരണ മനുഷ്യരെ പോലെ വർത്തമാനം പറയാൻ അവർക്ക് അറിയില്ല. നോക്ക്. അയാളുടെ മുഖഭാവം മാറി. ഞാൻ പറഞ്ഞ ജോലി നീ ചെയ്തിരിക്കും. തരുന്ന പ്രതിഫലം കൈ നീട്ടി വാങ്ങുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഈ മുഖം കൊണ്ട് നീ ജീവിക്കൂല. ആളുകൾ കണ്ടാൽ കാർക്കിച്ചു തുപ്പുന്ന വിധത്തിലാക്കും ഞാനിത്. നിന്റെ ആ വീടിരിക്കണ സ്ഥാനത്ത് വെറും മണല് മാത്രമേ കാണൂ. പറഞ്ഞാൽ പറഞ്ഞതുപോലെ പണിക്കർ ചെയ്തിരിക്കും. റീനയുടെ മുഖത്ത് ഭീതി നിറഞ്ഞു. പറഞ്ഞതുപോലെ അയാൾ ചെയ്യുമെന്ന് അവൾക്ക് തോന്നി. തൽക്കാലം അനുസരിക്കുന്നതാണ് ബുദ്ധി, അല്ലെങ്കിൽ അനുസരിക്കുന്നതായി നടിക്കുക. ഇയാളുടെ സങ്കേതത്തിൽ വന്നു നിന്ന് ഡയലോഗ് കാച്ചിട്ട് കാര്യമില്ല. എങ്ങനെയും രക്ഷപ്പെടാനാണ് നോക്കേണ്ടത്. നിനക്ക് മാത്രമേ ഇത് ചെയ്യാനാവൂ, പണിക്കർ തുടർന്നു. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഒഴിവാക്കിയേനെ. നീ ഇത് ചെയ്തില്ലെങ്കിൽ നിനക്ക് മാത്രമല്ല ദോഷം, എന്റെ മകനെ മോഹിക്കുന്ന അവളെയും ഞാൻ വെറുതെ വിടില്ല. എന്റെ മരുമകളായി ജീവിക്കാമെന്ന് ഒരിക്കലും അവൾ ആശിക്കണ്ട. ഞാൻ അതിന് അനുവദിക്കില്ല. കേസ് കോടതിയിലെത്തും മുമ്പേ ഞാൻ അവളെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ചിരിക്കും. അതിന് യാതൊരു മാറ്റവും ഇല്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. എന്റെ മകൻ ഞാൻ നിശ്ചയിച്ച പെൺകുട്ടിയോടൊപ്പമാണ് ജീവിക്കേണ്ടത്. റീനയിൽ ഞെട്ടലുണ്ടായി.
അവളുടെ ദേഹം വിറയ്ക്കാൻ തുടങ്ങി. ആയിഷയ്ക്ക് ആപത്ത് വരുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു. അപൂർവ സിദ്ധികളുള്ള കലാകാരിയാണ് ആ കുട്ടി. നന്മയുടെ അവതാരമായ കന്യകയുമാണ്. കുടത്തിലെ വിളക്കായി മോഹൻ മേനോൻ അടച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യ മുഴുവൻ ആൾ അറിയപ്പെട്ടേനെ. ഒരിക്കൽ കണ്ടവരുടെ ഒന്നും മനസ്സിൽ നിന്ന് ആ ഓമന മുഖം മായില്ല. എന്തിനാണ് സാർ ആ കുട്ടിയെ? റീനയുടെ കണ്ടമിടറി. ആയിഷയെ പോലൊരു കുട്ടി ഈ ഭൂമിയിൽ വേറെ ഉണ്ടോ? ഇല്ലായിരിക്കാം. പക്ഷേ ഞാൻ മറ്റൊരു പെൺകുട്ടിയുടെ അച്ഛന് വാക്കു കൊടുത്തുപോയി. ആയിഷ നല്ല കുട്ടിയാണെങ്കിൽ, അവളോട് നിനക്ക് അത്ര മതിപ്പും സ്നേഹവും ഉണ്ടെങ്കിൽ അവളെ കൊലയ്ക്ക് കൊടുക്കാതെ രക്ഷിച്ചൂടെ? രക്ഷിക്കും. എന്റെ ജീവൻ കൊടുത്ത് ഞാൻ ആ കുട്ടിയെ രക്ഷിക്കും. നിന്റെ ജീവൻ കൊടുക്കണ്ട. അവളുടെ ജീവൻ രക്ഷിക്കുന്നതിനൊപ്പം നിനക്ക് നിന്റെ ജീവനും രക്ഷിക്കാം. അതാ നീ ചെയ്യേണ്ടത്. ശരി, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ ചെയ്യാം. പകരം എനിക്ക് പണം വേണ്ട. ആയിഷയ്ക്ക് ആപത്തൊന്നും വരാതിരുന്നാ മതി. മിടുക്കി. ജയബാല പണിക്കർ റീനയുടെ കവിളിൽ വിരൽ കൊണ്ട് തട്ടി. അയാളുടെ ആളുകൾ അവളെ മോഹൻ മേനോന്റെ വീടിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്തു. വാതിൽ തുറന്ന് അവൾ ഇറങ്ങുമ്പോൾ ഡ്രൈവർ ഓർമ്മപ്പെടുത്തി, ഇന്നത്തെ ഈ സംഭവങ്ങളൊന്നും നിന്റെ നാവിൽ നിന്ന് കാശ്യപ് അറിയാൻ പാടില്ല. സംശയം തോന്നി കാശ്യപ് വന്നു ചോദിച്ചാലും സത്യം നിഷേധിച്ചോളണം. ഇല്ലെങ്കിലുള്ള അനുഭവം പണിക്കർ സാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉവ്. റീന തലയാട്ടി. അവൾ മേനോന്റെ വീടിനകത്തേക്ക് പ്രവേശിക്കും മുമ്പേ അവളെ കൊണ്ടിറക്കിയ കാർ റോഡിൽ നിന്ന് അപ്രത്യക്ഷമായി. കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ വാതിൽ തുറന്നത് മോഹൻ മേനോൻ തന്നെയായിരുന്നു. റീനയെ കണ്ടതോടെ ആ മുഖം ചുളിഞ്ഞു. ഇനിയും ഈ പടി ചവിട്ടരുതെന്ന് പറഞ്ഞിട്ട്? ഇപ്പൊ ഞാൻ വന്നത് ഒരു ഉപകാരം ചെയ്യാനാ സാർ. ദയനീയ ഭാവത്തിൽ റീനെ അറിയിച്ചു. എന്തുപകാരം? എനിക്ക് ആയിഷയെ ഒന്ന് കാണണം. മോഹൻ മേനോന് ദേഷ്യം വന്നു. മുമ്പും അതിന് തന്നെയാണല്ലോ നീ വന്നിരുന്നത്, അവന്റെ ഏജന്റായിട്ട്. കാശ്യപിന്റെ ഏജന്റായിട്ടല്ല സാർ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. കാശ്യപിന്റെ അച്ഛൻ പണിക്കർ സാറ് പറഞ്ഞ് അയച്ചതാ. കാശ്യപിന്റെ ഒപ്പം ആയിഷ പോകരുതെന്ന് പറയാനായിട്ടാ. മോഹൻ മേനോന്റെ മിഴികൾ വിടർന്നു. കാശ്യപിന്റെ ഒപ്പം ആയിഷ പോകുന്നത് ആപത്താ. ആ കുട്ടിയെ അവര് കൊന്നുകളയും. ആയിഷ കുട്ടിയുടെ രക്ഷ വിചാരിച്ച് മാത്രമാ ഞാൻ വന്നത്. എന്റെ മകളെ ആര് കൊല്ലുമെന്നാ? മോഹൻ മേനോൻ പല്ല് ഞെരിച്ചു. ആരാണെന്ന് സാറിന് അറിയാമല്ലോ. ഞാൻ അറിഞ്ഞാൽ പോരാ. നിനക്കിത് പോലീസിന്റെ അടുത്തും കോടതിയിലും പറയാമോ? അത് പറയാനായി എന്നെ അവർ ജീവനോടെ വെച്ചേക്കില്ല സാർ. കാശ്യപ് പോലും ഇതറിയാൻ പാടില്ലെന്ന എന്റെ അടുത്ത് ചട്ടം കിട്ടിയേക്കുന്നേ. ചെകുത്താനും ചെങ്കടലിനും ഇടയിലാ ഞാൻ. ആയിഷ കുട്ടിയുടെ അടുത്ത് ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോട്ടെ. എന്നെ കൊലയ്ക്ക് കൊടുക്കരുത് സാർ. എന്നെ കൊണ്ട് ജീവിക്കുന്നൊരു കുടുംബമുണ്ട്. മോഹൻ മേനോനെ നോക്കി റീന കൈകൾ കൂപ്പി. ഇതല്ലാതെ ഒരക്ഷരവും നീ പറയാൻ പാടില്ല. എന്റെ മകളെ വഴിതെറ്റിക്കുന്ന എന്തേലും ഒരു വാചകം നിന്റെ നാവിൽ നിന്ന് പുറത്തു വന്നാൽ നിന്നെ കൊന്ന് കടലിലെറിയുന്നത് എന്റെ ആളുകളായിരിക്കും. ശരി സാർ, റീന സമ്മതിച്ചു. എങ്കിൽ വാ. മോഹൻ മേനോൻ സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് നടന്നു. പിന്നാലെ റീനയും. അവർ ആയിഷയുടെ മുറിയുടെ വാതിക്കലെത്തി. മേശയുടെ അരികിലിരുന്ന് തിടുക്കത്തിൽ എന്തോ എഴുതുകയായിരുന്നു ആയിഷ. പാതി തുറന്നു കിടന്നിരുന്ന വാതിൽ മേനോൻ മലർക്കെ തുറന്ന് അകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേക്കും ഞെട്ടലോടെ ആയിഷ എഴുതിക്കൊണ്ടിരുന്ന കടലാസുകൾ വലിച്ച് മേശയുടെ ഡ്രോയിലേക്ക് ഇട്ടു. ആ തിരക്കിൽ അവളുടെ കൈ തട്ടി മേശപ്പുറത്തിരുന്ന കൊച്ചു ബോട്ടിൽ താഴെ വീണു. ധൃതിയിൽ ആയിഷ അത് കുനിഞ്ഞെടുത്തെങ്കിലും മോഹൻ മേനോൻ ബലമായത് പിടിച്ചു വാങ്ങി. ഉറക്കമരുന്നിന്റെ ബോട്ടിലായിരുന്നു അത്. എവിടുന്നായത്? മോഹൻ മേനോൻ മകളെ തുറിച്ചു നോക്കി. ഉറക്കം കുറവായതുകൊണ്ട് ഏട്ടത്തിയമ്മ എനിക്ക് തന്നതാ. ഒരു മുഴുവൻ ബോട്ടിൽ കാമ്പോസും നിനക്കവൾ തന്നോ? വയർ നിറയെ തിന്നാനായി. മുഖം കുനിച്ചിരുന്ന ആയിഷയ്ക്ക് ഉത്തരം മുട്ടി. റീന ആയിഷയും മോഹൻ മേനോനെ അമ്പരപ്പിൽ മാറി മാറി നോക്കി. എന്താ നീ ഇവിടെ എഴുതിക്കൊണ്ടിരുന്നത്? മോഹൻ മേനോൻ മകളോട് ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ. ആയിഷയുടെ വാക്കുകൾ വിറച്ചു. എവിടെ കാണട്ടെ? മോഹൻ മേനോൻ കൽപ്പിച്ചു. അതിനവൾ മറുപടി പറയും മുമ്പേ മേനോൻ മേശയുടെ ഡ്രോയിൽ നിന്ന് 4-5 ഷീറ്റ് കടലാസുകൾ വലിച്ചെടുത്തു. അച്ഛനും അമ്മയ്ക്കും ഏട്ടന്മാർക്കും കാശ്യപിനും പോലീസിനും എല്ലാം പ്രത്യേകമായി എഴുതിയ കത്തുകളായിരുന്നു അവ. ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കുകയാണ്. മറ്റാരും അതിന് ഉത്തരവാദികളല്ല. എന്നോടെല്ലാരും പൊറുക്കണം എന്ന് തുടങ്ങുന്ന നീണ്ട യാത്രാമൊഴി. കത്തിൽ നിന്ന് കണ്ണെടുത്ത് മേനോൻ മകളെ നോക്കി. ആയിഷ ശബ്ദമില്ലാതെ ഏങ്ങലടിച്ചു. പെട്ടെന്ന് മേനോൻ കൈ വലിച്ചു മകളുടെ മുഖം അടച്ചൊന്നു കൊടുത്തു. കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തി വലുതാക്കി. എന്തിഷ്ടവും സാധിപ്പിച്ചു തന്നിട്ടുള്ള അച്ഛനോട് ഇങ്ങനെ തന്നെ വേണമടി. കാശ്യപ് ഫോൺ ചെയ്തിരുന്ന അച്ഛ ഇനിയും കാണില്ലെന്നും. കാശ്യപില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. ആയിഷ പൊട്ടിക്കരഞ്ഞു. മോഹൻ മേനോന്റെ മുഖത്ത് ഞെട്ടലുണ്ടായി. കാശ്യപല്ല ഫോൺ ചെയ്തതെന്ന് അയാൾക്കറിയാമായിരുന്നു. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുകയാണ് ഉണ്ടായത്.
ഭാഗ്യം കൊണ്ടാണ് റീനയ്ക്ക് ഇപ്പോഴിങ്ങോട്ട് വരാൻ തോന്നിയത്. സത്യത്തിൽ ജയപാല പണിക്കരോടും അതിന് നന്ദി പറയണം. മോഹൻ മേനോൻ റീനയെ നോക്കി. കാശ്യപിന് വേണ്ടിയാ എന്റെ മോളിപ്പം മരിക്കാൻ ഒരുമ്പെട്ടത്. അവനും അവന്റെ അച്ഛനും കൂടി ഇവളെ കൊല്ലാൻ ഒരുമ്പെടുന്ന കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്ക്. ശരി ആയിഷ, റീന ആയിഷയോട് പറഞ്ഞു. കാശ്യപിന്റെ ഒപ്പം പോയാൽ മോളെ അവര് കൊല്ലും. മേനോൻ സാർ പറയണത് സത്യമാ. ഒരു സിനിമയിലെ 2 സീൻ അഭിനയിക്കാനുണ്ടെന്നും പറഞ്ഞ് 2 പേര് വന്നെന്നെ വിളിച്ചു. കൊണ്ടുപോയത് കാശ്യപിന്റെ അച്ഛന്റെ അടുത്തേക്കാ. കാശ്യപിന്റെ ഒപ്പം പോയാൽ മോളെ ജീവനോടെ വെച്ചേക്കില്ലെന്ന് അയാൾ പറഞ്ഞു. മോളോട് ഈ കാര്യം വന്നു പറയണമെന്നും പറഞ്ഞു. കാശ്യപ് ഇക്കാര്യം അറിഞ്ഞാൽ എന്നെ കൊന്നു കളയുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആയിഷയുടെ കൈ പിടിച്ച് സ്വന്തം നെഞ്ചോട് ചേർത്തു റീന. ഈ സ്നേഹം മറന്നു കളയും മോളെ. ഇത് നല്ലതിനല്ല, നാശത്തിനാ. പെട്ടെന്ന് ആയിഷയെ വിട്ട് തിരിഞ്ഞു പുറത്തേക്ക് ഓടി റീന. റീന പുറത്തേക്ക് പോയതും അച്ഛ എന്ന് കരഞ്ഞുകൊണ്ട് ആയിഷ മോഹൻ മേനോന്റെ നെഞ്ചിലേക്ക് വീണു. എന്നോട് ക്ഷമിക്കച്ച, വിങ്ങി പൊട്ടിക്കൊണ്ട് അവൾ അപേക്ഷിച്ചു. എന്റെ അച്ഛനെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. തിയേറ്ററിന്റെ രക്ഷ കരുതിയ അച്ഛൻ എന്നെ കാശ്യപിന്റെ ഒപ്പം വിടാത്തതെന്ന് പഴിച്ചു. ഞാൻ പാപിയാ. കാശ്യപിന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നത് വിശ്വസിച്ചതേയില്ല. ഇപ്പൊ റീന പറഞ്ഞപ്പോഴാണ്. അവൾ ശക്തിയിൽ ഏങ്ങലടിച്ചു. സാരയില്ല മോളെ. മകളുടെ മുതുകിലൂടെ മേനോൻ വിരലോടിച്ചു. ഈശ്വരാധീനം കൊണ്ട് അബദ്ധം കാട്ടുമുമ്പ് അച്ഛൻ കണ്ടുപിടിച്ചുല്ലോ. ഭാഗ്യം, മഹാഭാഗ്യം. നിനക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ പിന്നീട് ഉണ്ടാവില്ലായിരുന്നു. അച്ഛൻ എനിക്ക് ഒരു ഉപകാരം ചെയ്താൽ മതി, ആയിഷ പറഞ്ഞു. എന്താ മോളു? മേനോൻ മകളുടെ മുഖം പിടിച്ചുയർത്തി. മറ്റൊരു വിവാഹത്തിന് ഉടനെ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ ഇങ്ങനെ തന്നെ കഴിഞ്ഞോളാം. മേനോന്റെ കണ്ണുകൾ വിടർന്നു. അപ്പോ കാശ്യപ്? അച്ഛൻ അനുവാദിക്കാതെ ഞാൻ ആ കൂടെ പോവില്ല. കാശ്യപിന്റെ അച്ഛൻ എന്നെ കൊന്നു കളയുമെന്ന് ഭയം കൊണ്ടല്ല. എന്റെ അച്ഛനെ എനിക്ക് ഇനിയും വേദനിപ്പിക്കാൻ വയ്യ. മേനോന്റെ ഹൃദയം നിറഞ്ഞു. മിഴികൾ തുളുമ്പി. പൊന്നുമോളെ. അയാൾ മകളെ ചേർത്ത് പിടിച്ചു. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ കാശ്യപ് ഇങ്ങോട്ട് വരട്ടെ, നമ്മോട് ഒപ്പം ചേരട്ടെ. മറ്റൊരു ആൾട്ടർനേറ്റിനും ഞാൻ തയ്യാറല്ല, ആയിഷ പറഞ്ഞു. ശരി മോളെ. മേനോൻ തലകുലുക്കി. കാശ്യപ് എന്നിവിടെ വരുന്നു അന്നേ നിന്റെ വിവാഹം നടത്തൂ. മറ്റൊരു വിവാഹത്തിനും അച്ഛൻ നിന്നെ നിർബന്ധിക്കില്ല. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ആൻമേരി വാതുക്കലെത്തിയത്. എന്താ ഇവിടെ സീൻ? അവൾ ചോദിച്ചു. ആയിഷു വീണ്ടും വല്ലതുമൊക്കെ കാട്ടിയോ? മോഹൻ മേനോൻ തിരിഞ്ഞു നോക്കി. പിന്നെ കയ്യിലിരുന്ന ക്യാമ്പോസിന്റെ ബോട്ടിൽ മരുമകളുടെ നേർക്ക് നീട്ടി. ദാ കൊണ്ടുപോയി വെച്ചോ. മേലാൽ മരുന്നുകൾ വെക്കുന്ന അലമാര പൂട്ടി താക്കോലും കൊണ്ടേ പുറത്തു പോകാവൂ. ആൻമേരിയിൽ ഞെട്ടലുണ്ടായി. അവൾ മുറിയിലേക്ക് വന്നു. മേനോന്റെ കയ്യിൽ നിന്ന് ബോട്ടിൽ വാങ്ങി. ആ മിഴികൾ കോർത്തു. ആയിഷയുടെ മുഖം കുനിച്ചുള്ള നിൽപ്പ് കൂടി കണ്ടതോടെ ആൻമേരിക്ക് കാര്യം ഊഹിക്കാനായി. ഏട്ടത്തി അമ്മയുടെ വക കുറച്ച് ഉപദേശം കൂടി ആയിക്കോട്ടെ ഇനി. മേനോൻ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോൾ അയാളുടെ ഉള്ളിൽ വല്ലാത്തൊരു ആശ്വാസത്തിന്റെ തണുപ്പ് അനുഭവപ്പെട്ടു. വലിയൊരു അത്യാഹിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആയിഷയുടെ ജീവൻ രക്ഷിക്കാനായതുപോലെ തന്നെ പ്രധാനമാണ് കാശ്യപിനൊപ്പം പോവില്ലെന്ന് അവൾ വാക്ക് തന്നത്. ഇപ്പോഴാണ് അവൾ തന്റെ മകളായത്. പടികളിറങ്ങി മേനോൻ താഴെ എത്തിയപ്പോഴേക്കും ചുവർ ഘടികാരം 7 വട്ടം ശബ്ദിച്ചു. പൂമുഖത്ത് നിലവിളക്ക് കത്തുന്നു. പെട്ടെന്നാണ് അയാൾക്ക് സമയബോധമുണ്ടായത്. ഒപ്പം അന്ന് രാത്രി 8 മണിക്ക് ശേഷം അരങ്ങേറാൻ പോകുന്ന ആ ഹീന കൃത്യത്തെക്കുറിച്ച് ഓർമ്മ വന്നതും. ഇപ്പോൾ 7 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി വെറും 1 മണിക്കൂർ മാത്രം. മോഹൻ മേനോനിൽ വല്ലാത്ത വേപതും ഉണ്ടായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടുത്തുന്നത് വെറുതെയാണ്. കാശ്യപ് വിളിച്ചാൽ തന്റെ മകൾ കൂടെ പോവില്ല. താൻ പറയണതിലപ്പുറം ഒന്നും ഇപ്പോൾ അവൾ പ്രവർത്തിക്കില്ല. ആ സ്ഥിതിക്ക് കാശ്യപിനെ കൊല്ലേണ്ടതായി യാതൊരു കാര്യമില്ല. എങ്ങനെയെങ്കിലും ആ മഹാപാതകം ഒഴിവാക്കാനായെങ്കിൽ. പക്ഷേ സ്വിച്ച് അമർത്തിയാൽ പ്രവർത്തനം തുടങ്ങാനോ നിർത്താനോ പറ്റുന്ന തരം റിമോട്ട് കൺട്രോളൊന്നും തന്റെ കയ്യിലില്ല. ഹാരിസ് ആണ് ആ കൃത്യത്തിന്റെ ചരട് വലിക്കുന്നത്. രാവിലെ തന്നെ അയാളും സഹായിയായ അശോകനും സിനഗോഗിൽ നിന്ന് പുറത്തു പോയതാണ്. ഏതെങ്കിലും രഹസ്യ സങ്കേതത്തിലിരുന്നാവും അവർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. കൂലിക്കൊലപാതകിയായ മൂസാക്കുട്ടിയും അവരുടെ നിയന്ത്രണത്തിലാവും. ഇവരൊക്കെ എവിടെയാണ് താവളമടിച്ചിരിക്കുന്നതെന്ന് അവരെ ചുമതലപ്പെടുത്തി തന്റെ മക്കൾക്കും അറിവുണ്ടാവില്ല. രാജേഷും വിനീതും കോഴിക്കോട് ജില്ലയിലെ ഏതോ ഗ്രാമത്തിലുള്ള വായനശാലയുടെ വാർഷികത്തോടനുബന്ധിച്ച് നാടകം അവതരിപ്പിക്കുകയാവും. ഇപ്പോൾ ആ സ്ഥലം അറിയില്ല. അവിടെ ഫോണുണ്ടോ എന്നറിയില്ല. അവിടെ വിവരം അറിയിച്ചാലും 1 മണിക്കൂറിനുള്ളിൽ നടക്കാൻ പോകുന്ന പ്രാണഹത്യ അവരെങ്ങനെ നിർത്തലാക്കുമെന്നും അറിയില്ല. എങ്കിലും നാടകം നടക്കുന്ന സ്ഥലം എവിടെയെന്ന് മേനോൻ പ്രോഗ്രാം ചാർട്ടിൽ തെരഞ്ഞു. സ്ഥലപ്പേരും വായനയുടെ പേരും
പിൻകോഡും ഉണ്ട്. ഫോണില്ല. 7-ന് നാടകം ആരംഭിക്കും, 9:30-ക്ക് അവസാനിക്കും. ഇപ്പോൾ എല്ലാവരും സ്റ്റേജിലായിരിക്കും. നാടകം തുടങ്ങിയാൽ അവസാനിക്കുന്നതിനിടയിൽ പുറത്ത് എന്ത് സംഭവിച്ചാലും സ്റ്റേജിലേക്ക് ഇൻഫർമേഷൻസ് എത്തരുതെന്നാണ് തങ്ങളുടെ ചട്ടവും. എവിടെ വെച്ചാണ് കൃത്യം നടക്കുകയെന്ന് മേനോൻ അറിയില്ല. എങ്ങനെയാണ് അത് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും. കാശ്യപ് വീട്ടിലുണ്ടോ എന്ന് അന്വേഷിക്കാനായി ഫോണിനടുത്തെത്തി മേനോൻ. എന്താണ് അവനോട് പറയേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ മേനോന്റെ മനസ്സ് മടിച്ചു. രാത്രി സൂക്ഷിക്കണമെന്നോ മറ്റോ മുന്നറിയിപ്പ് നൽകിയാൽ അത് സംശയത്തിനിടയാകും. പിന്നീട് കൃത്യം നടക്കുകയും ചെയ്താൽ പോലീസ് നേരെ വരിക ഇങ്ങോട്ടാവും. എന്തു വേണമെന്നറിയാതെ മേനോൻ വേവലാതിപ്പെടുമ്പോൾ സംഭവത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത മറ്റു കുടുംബാംഗങ്ങൾ ടെലിവിഷന് മുന്നിലിരുന്ന് വാർത്ത ശ്രദ്ധിക്കുകയായിരുന്നു. സമയം രാത്രി 7:15. ഹാരിസും സംഘവും ഹോട്ടൽ ചൈത്ര നികുഞ്ചത്തിൽ തന്നെയായിരുന്നു റൂം എടുത്തത്. 6-ാം നിലയിലുള്ള ടീനേജേഴ്സ് ക്ലബിലേക്ക് കാശ്യപ് പോകുന്നത് അശോകൻ കണ്ടിരുന്നു. ഇനി അവൻ തിരികെ വന്നാൽ മതി. മൂസാക്കുട്ടി സഹായത്തിനായി വിളിച്ചു വരുത്തിയ നസറുദ്ദീൻ വില കൂടിയ വേഷങ്ങൾ ധരിച്ച് സന്നദ്ധനായി. ഇവൻ കൊലപാതകത്തിന് തയ്യാറെടുക്കുന്നോ അതോ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നോ? ഹാരിസ് മൂസാക്കുട്ടിയോട് ചോദിച്ചു. അവൻ ഇങ്ങനെയാ. മൂസാക്കുട്ടി ചിരിച്ചു. വൃത്തിയും വെടിപ്പുമായി നടക്കും. നസറുദ്ദീൻ തന്റെ പ്രതിഫല തുക മുൻകൂട്ടി പറഞ്ഞിരുന്നതാണ്. വിനീത അത് സമ്മതിച്ച് രൂപ മൂസാക്കുട്ടിയെ ഏൽപ്പിച്ചതുമാണ്. എന്നാൽ മൂസാക്കുട്ടി തുക എണ്ണി നസറുദ്ദീന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അവന്റെ മുഖം ചുവന്നു. മൂസാക്ക എത്ര ഉറപ്പിക്കുക മേടിച്ചിരിക്കണത്? മൂസയുടെ പേഴ്സിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു നസറുദ്ദീന്റെ അന്വേഷണം. മൂസാക്കുട്ടി റേറ്റ് പറഞ്ഞു. ഉടൻ നസറുദ്ദീൻ പൊട്ടിത്തെറിച്ചു. മൂസാക്ക വാങ്ങേണ്ടതിന്റെ 4/1 എന്റെ റേറ്റ്. ഇത് പറ്റൂല, ഇത് ഞാൻ സമ്മതിക്കൂല. ദേ, ഒരു കൂട്ടം വർത്താനം പറയരുത്. മൂസാക്കുട്ടിക്കും ദേഷ്യം വന്നു. നീ പറഞ്ഞ തുക നിനക്ക് തന്നു, ഞാൻ പറഞ്ഞത് എനിക്കും കിട്ടി. വാക്ക് മാറണത് ആണുങ്ങൾക്ക് ചേർന്നതല്ലടാ ഹിമാറായ്. നസറുദ്ദീൻ മറുപടി പറഞ്ഞില്ല. അവന്റെ മുഖത്ത് നല്ല കലിപ്പുണ്ടായിരുന്നു. ടാഗോർ പാർക്കിനടുത്താണ് കാശ്യപിന്റെ വീട്. ടാഗോർ ലൈൻ തുടങ്ങുന്നതിനടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ പൊന്തകൾക്കരികിൽ കാത്തു നിൽക്കാനായിരുന്നു നസറുദ്ദീനുള്ള നിർദ്ദേശം. പ്രത്യേക രീതിയിൽ 2 തവണ വിസിൽ മുഴങ്ങുമ്പോൾ ഓടി റോഡിലെത്തിക്കോണം. മൂസാക്കുട്ടിയെയും അശോകനെയും സഹായിക്കണം. ഹാരിസ് ഹോട്ടലിൽ തന്നെ കാത്തിരിക്കുകയുള്ളൂ. ഹാരിസിന്റെ നിർദ്ദേശമനുസരിച്ച് ആദ്യം ഹോട്ടലിൽ നിന്നിറങ്ങിയത് നസറുദ്ദീനാണ്. പുറകെ മൂസാക്കുട്ടി ഇറങ്ങി. ഹോട്ടലിനോടനുബന്ധിച്ചുള്ള 2 വീലർ ഗാരേജിൽ കാശ്യപിന്റെ ബൈക്ക് കണ്ടെത്താൻ മൂസാക്കുട്ടിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല. മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കുറഞ്ഞ സമയം കൊണ്ട് മുൻകൂർ പ്ലാൻ ചെയ്തിരുന്ന ചില സൂത്രപ്പണികൾ ഒപ്പിച്ചു അയാൾ. ഇനി എളുപ്പമൊന്നും കാശ്യപിന്റെ ബൈക്ക് സ്റ്റാർട്ട് ആവില്ലെന്ന് ഉറപ്പാക്കി. ആർക്കും സംശയം തോന്നാത്ത വിധം മൂസാക്കുട്ടി ഗ്യാരേജിൽ നിന്ന് പുറത്തു കടന്നു. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് റെയിൽവേ ഗേറ്റിലേക്ക് പുറപ്പെട്ടു. കാശ്യപിനെയും കൊണ്ട് അശോകൻ ഓട്ടോറിക്ഷയിൽ എത്തുമ്പോൾ റെയിൽവേ ഗേറ്റിൽ കാത്തു നിൽക്കാനാണ് മൂസാക്കുട്ടിക്കുള്ള നിർദ്ദേശം. റെയിൽവേ ഗേറ്റിന് സമീപമുള്ള തട്ടുകടയുടെ മുന്നിലെ ബെഞ്ചിലിരുന്നു കൊണ്ട് ചൂട് ദോശയ്ക്കും ചിക്കനും ഓർഡർ നൽകിയ അയാൾ ഈ സമയത്ത് അശോകൻ തന്റെ ചങ്ങാതിയായ ഹരിദാസിനെ കാണാൻ ടൗണിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെത്തി. 2 ദിവസം മുമ്പേ പറഞ്ഞു സമ്മതിച്ച പ്രകാരം ഹരിദാസ് അശോകനെ സ്റ്റാൻഡിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഹരിദാസിൻ്റെത് സ്വന്തം ഓട്ടോറിക്ഷയാണ്. തനിക്ക് വല്ല അസുഖമോ യാത്രയോ മറ്റെന്തെങ്കിലും അസൗകര്യമോ ഉണ്ടായാൽ ഹരിദാസ് വണ്ടി അശോകനെ ഏൽപ്പിക്കും. നാടകത്തിന് പോകേണ്ടാത്ത സമയമാണെങ്കിൽ അയാളാണ് ഓട്ടോ ഓടിക്കുക. ഇന്നിപ്പോൾ ഹരിദാസിന് പ്രത്യേകിച്ച് അസൗകര്യമൊന്നുമില്ല. എങ്കിലും രാത്രി 7:30 വണ്ടി ഒന്ന് അശോകന് കൊടുക്കണമെന്ന് 2 നാൾ മുമ്പേ ചട്ടം കിട്ടിയിരുന്നു. കുടുംബത്തെയും കൊണ്ട് അശോകൻ ഏതോ ബന്ധുവീട്ടിൽ പോകാനാണത്രേ. മിക്കവാറും രാത്രി 10 മണിയോടെ ഞങ്ങൾ തിരിച്ചു വരും. ഓട്ടോറിക്ഷ കൈയേറ്റുകൊണ്ട് അശോകൻ ഹരിദാസിനോട് പറഞ്ഞു. താൻ വീട്ടിലേക്ക് പോയിക്കോ, വണ്ടി ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടോളാം. ഹരിദാസ് സമ്മതിച്ചു. ഓട്ടോയുമായി അശോകൻ വീട്ടിലേക്കല്ല, ഹോട്ടൽ ചൈത്ര നികുഞ്ചത്തിലെ ഗേറ്റിലെങ്കിലേക്കാണ് പോയത്. ചൈത്ര നികുഞ്ചത്തിലെ മുറിയിൽ നിന്ന് ആദ്യം ഇറങ്ങിയ നസറുദ്ദീൻ ആകെ ക്ഷുബ്ധനായിരുന്നു. മൂസാക്ക തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന തോന്നൽ ബലപ്പെട്ടു. മുമ്പൊരിക്കൽ ഇയാൾ തന്നെ ഇതുപോലെ കളിപ്പിച്ചിട്ടുണ്ട്. തന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അയാൾ പണമുണ്ടാക്കും. തനിക്ക് തരുന്നത് നക്കാപ്പിച്ചയും. സാഹസിക വേലകൾ ചെയ്യണമെങ്കിൽ അയാൾക്ക് താൻ തന്നെ വേണം. അയാൾക്ക് വയസ്സായല്ലോ. പോരെങ്കിൽ ഈയിടെ അല്പം ഊരുപേടിയും പ്രകടിപ്പിക്കുന്നുണ്ട്. വേണ്ട, അയാൾ അങ്ങനെ വല്ലോനെ വിറ്റ് തിന്നണ്ട. ഹോട്ടലിന്റെ ഗേറ്റിങ്കൽ വെച്ച് തന്നെ നസറുദ്ദീൻ ഒരു തീരുമാനമെടുത്തു. ഒരു ടാക്സി പിടിച്ചവൻ നേരെ പോയത് ജയപാല പണിക്കരുടെ ബംഗ്ലാവിലേക്കാണ്. ബംഗ്ലാവിന് മുന്നിലെ ഗാർഡനിലുണ്ടായിരുന്ന ജയപാല പണിക്കർ സാധാരണ ആ സമയത്ത് വീട്ടിൽ ഉണ്ടാകാറില്ലാത്ത അയാൾ
തലവേദനയ്ക്കുള്ള ബാം പുരട്ടിയിട്ട് ശുദ്ധവായു ഏൽക്കാൻ ഗാർഡനിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഗേറ്റിങ്കൽ കാർ വന്ന് നിൽക്കുന്നത് അയാൾ കണ്ടു. ഗേറ്റ് കടന്നു വന്ന പരിഷ്കൃത വേഷധാരിയും സുമുഖനുമായ യുവാവിനെ കണ്ടപ്പോൾ മകൻ കാശ്യപായിരിക്കുമെന്നാണ് പണിക്കർ ആദ്യം കരുതിയത്. അടുത്തു വന്നപ്പോൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത മറ്റേതോ ചെറുപ്പക്കാരനാണെന്ന് വ്യക്തമാക്കി. എന്തേ? പുരികങ്ങൾ ഉയർത്തിക്കൊണ്ട് പണിക്കർ ചോദിച്ചു. എനിക്ക് താങ്കളോടൊരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു, നസറുദ്ദീൻ പറഞ്ഞു. ആ രൂപവും അന്തസ്സുറ്റ സംസാരവും പണിക്കരെ ആകർഷിച്ചു. ഏതോ നല്ല കുടുംബത്തിലെ പയ്യനാണെന്ന് തോന്നി. ഇരിക്കൂ. അഭിമുഖമായി കിടന്ന പ്ലാസ്റ്റിക് ചെയറിലേക്ക് കൈ ചൂണ്ടി പണിക്കർ. എനിക്ക് പറയാനുള്ളത് രഹസ്യ വിഷയമാണ് സർ, ശബ്ദം താഴ്ത്തി നസറുദ്ദീൻ അറിയിച്ചു. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. പണിക്കർക്ക് അത്ഭുതമായി. നസറുദ്ദീനെ അയാൾ അടിമുടി നോക്കി. വല്ല കുഴപ്പക്കാരനുമാണോ ഇയാൾ? എന്നാലും പണിക്കർക്ക് ഭയമൊന്നുമില്ലായിരുന്നു. അകത്തെ മുറിയിൽ ആയുധങ്ങളുണ്ട്. പോലീസിനെ വിളിക്കാൻ ഫോണുണ്ട്. ഓ യെസ്, പണിക്കർ എഴുന്നേറ്റു. അകത്ത് വിളിച്ചുകൊണ്ടുപോയി അതിരഹസ്യമായി എനിക്കൊരു ജോലി തരണം സർ എന്ന് അപേക്ഷിക്കാനോ മറ്റോ ആണോ? അങ്ങനെയൊരു സംഭവം പണിക്കരുടെ ഓർമ്മയിലുണ്ട്. വില കൂടിയ വേഷമുള്ളതുകൊണ്ടോ ചുവന്നു തൊടുത്ത ദേഹമുള്ളതുകൊണ്ടോ കാര്യമില്ല. ഇരിപ്പ് മുറിയിലേക്കാണ് പണിക്കർ അവനെ കൊണ്ടുപോകുന്നത്. അകത്ത് കടന്നതും നസറുദ്ദീൻ വാതിലടച്ച് കുറ്റിയിട്ടു. നേരിയൊരു അമ്പരപ്പുണ്ടായെങ്കിലും പണിക്കർ അത് ഭാവിച്ചില്ല. നേരെ അകത്തേക്ക് പോയി റിവോൾവർ എടുത്ത് വസ്ത്രത്തിനടിയിൽ ഒളിപ്പിച്ചു. ഒരു നിമിഷാർത്ഥം കൊണ്ട് അതെടുത്ത് എതിരാളിയുടെ നേർക്ക് ചൂണ്ടാൻ പാകത്തിന് കൈ സജ്ജമാക്കി വെച്ചു. ഇനി പറ, എന്താ കാര്യം? തിരികെ ഇരിപ്പ് മുറിയിലെത്തിയ പണിക്കർ നസറുദ്ദീനെ നോക്കി. ഞാൻ വളരെ വിലപ്പെട്ട ഒരു രഹസ്യവുമായാണ് വന്നിരിക്കുന്നത്. ജയപാലപ്പണിക്കരുടെ മുഖത്ത് നിന്ന് കണ്ണുകൾ പറിക്കാതെയാണ് നസറുദ്ദീൻ പറഞ്ഞത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും. പക്ഷേ എനിക്ക് തക്കതായ പ്രതിഫലം തരണം. എന്തു പറയുന്നു? നീ പറയാൻ പോകുന്നത് രഹസ്യമാണോ വിലപ്പെട്ടതാണോ എന്നൊക്കെ ആദ്യം അറിയട്ടെ, പണിക്കർ പറഞ്ഞു. രഹസ്യം എന്ന് പറഞ്ഞാൽ പരമരഹസ്യമാ. വിലപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ഇതിലും വിലപ്പെട്ട രഹസ്യം നിങ്ങൾക്ക് ലഭിക്കാനില്ല. നിങ്ങളുടെ മകനെ സംബന്ധിച്ച കാര്യമാ. ആ ചെക്കൻ അപകടത്തില. ഇപ്പൊ ഈ രഹസ്യം അറിഞ്ഞാൽ നിങ്ങൾക്ക് അവനെ രക്ഷിക്കാനാവും. അല്ലെങ്കിൽ എന്നേക്കുമായി നിങ്ങൾക്ക് അവനെ നഷ്ടപ്പെടുകയും ചെയ്യും. ജയപാലപ്പണിക്കരുടെ മുഖം വല്ലാതെ ചുവന്നു. ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? മറ്റാരുമല്ല, ഞാൻ സ്വയം വന്നതാ. ആകട്ടെ, നിങ്ങൾ എനിക്ക് എന്ത് പ്രതിഫലം തരുമെന്ന് പറ. എന്ത് വേണമെന്ന് നീ പറ. 1,00,000 കുറയില്ലേ? നിങ്ങളുടെ മകനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവല്ലേ? നീ രഹസ്യം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പ്രതിഫലം തന്നില്ലെങ്കിലോ? നിങ്ങൾ തരും, എനിക്ക് ഉറപ്പുണ്ട്. ഇല്ലെങ്കിൽ മകൻ മാത്രമല്ല, നിങ്ങളും കൊല്ലപ്പെടും പണിക്കരെ. സുമുഖനായ ചെറുപ്പക്കന്റെ മുഖത്തെ കടുപ്പം പണിക്കരെ അതിശയിപ്പിച്ചു. അവൻ നിസാരനല്ലെന്ന് മനസ്സിലായി. തത്ത പറയും പോലെ ഈ രഹസ്യം പറഞ്ഞിട്ട് ഒഴിഞ്ഞ കൈയോടെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലോ? പണിക്കർ ചോദിച്ചു. ഞാൻ പറഞ്ഞ തുക ദാ ആ ടീപ്പോയിൽ വെക്ക്, നസറുദ്ദീൻ കൽപ്പിച്ചു. അവന്റെ കയ്യിൽ ഒരു ഖടാര പ്രത്യക്ഷപ്പെട്ടു. പണിക്കരുടെ കൈയും ചലിച്ചു. ആ കയ്യിൽ റിവോൾവർ പ്രത്യക്ഷപ്പെട്ടതും വാതിൽ തുറന്ന് പുറത്തു പോകാനായി മിന്നൽ വേഗത്തിൽ നസറുദ്ദീൻ തിരിഞ്ഞു. അനങ്ങിയാൽ നീ പിടഞ്ഞ് താഴെ വീഴും, ജയപാലപ്പണിക്കൽ അലറി. അയാളുടെ റിവോൾവറിന്റെ ഉന്നം നസറുദ്ദീന്റെ മാറിടമായിരുന്നു. സാധാരണ രാത്രി 8:30 മണിക്ക് മുമ്പേ ഹോട്ടൽ ചൈത്ര നികുഞ്ചത്തിൽ പ്രവർത്തിക്കുന്ന ടീനേജേഴ്സ് ക്ലബിൽ നിന്ന് പുറത്തു കടക്കാറുള്ളതാണ് കാശ്യപ്. ആൺകുട്ടികൾക്ക് മാത്രമുള്ള ക്ലബ്ബാണത്. ശാരീരികവും മാനസികവും ആരോഗ്യവും ഉല്ലാസവും ഉദ്ദേശിച്ചുള്ള ചില ഗെയിംസ് മാത്രമാണ് അവിടെ നടക്കുന്നത്. മദ്യം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. അതുകൊണ്ട് രക്ഷകർത്താക്കൾക്കും ക്ലബിനോട് മതിപ്പുണ്ട്. ചായയും കാപ്പിയും ജ്യൂസും നട്ട്സും ഒക്കെ കിട്ടും. 8:30 കഴിഞ്ഞ് 5 മിനിറ്റ് കൂടി കഴിഞ്ഞാണ് അന്ന് കാശ്യപ് ക്ലബിൽ നിന്ന് പുറത്തു വന്നത്. കൂടെ ഒരു സ്നേഹിതനും ഉണ്ടായിരുന്നു. ലിഫ്റ്റിൽ നിന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങിയതോടെ ഗുഡ് നൈറ്റ് പറഞ്ഞ സ്നേഹിതരിൽ നിന്ന് അവൻ പിരിഞ്ഞു. ഗ്യാരേജിൽ വെച്ചിരുന്ന ബൈക്കിനടുത്തേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് കാശ്യപിനൊരു തോന്നലുണ്ടായി. ആയിഷയെ ഒന്ന് വിളിക്കണം. എല്ലാ ദിവസവും പല കുറി അവൻ ആ നമ്പറിൽ ഫോൺ ചെയ്യാറുണ്ട്. ആയിഷയുടെ ശബ്ദമല്ല കാതിൽ വീഴുന്നതെങ്കിൽ ഉടൻ ലൈൻ കട്ട് ചെയ്യും. കുറച്ചു നാളായി ആയിഷയെ കിട്ടില്ലെന്ന് ഉറപ്പാക്കിയിരുന്നു. ഫോൺ അറ്റൻഡ് ചെയ്യാൻ പാടില്ലെന്ന് അവളെ വിലക്കിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സദാസമയം അവളെ നിരീക്ഷിച്ചുകൊണ്ട് അരികിലിരിക്കുന്നുണ്ടാവും. എന്നാലും ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും കാശ്യപ് ശ്രമിക്കാതിരുന്നില്ല. വീട്ടിൽ നിന്ന് വിളിക്കുന്നതിലും സൗകര്യം പുറത്തുനിന്നാണ്. വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ അച്ഛൻ വാച്ച് ചെയ്തേക്കാം. വീട്ടിലുള്ള ഏത് നമ്പർ പ്രവർത്തിക്കുമ്പോഴും അച്ഛന്റെ മുറിയിലെ അലാറം ശബ്ദിക്കും. ഈ ഇടയാണെങ്കിൽ താൻ വീട്ടിലുള്ള സമയത്തെല്ലാം മനഃപൂർവ്വം എന്നോണം അച്ഛനും വീട്ടിലുണ്ടാവാറുണ്ട്. കാശ്യപ് തിരിഞ്ഞ് ഹോട്ടൽ റിസപ്ഷൻ അടുത്തുള്ള ടെലിഫോൺ ബൂത്തിലേക്ക് നടന്നു. ഡയൽ ചെയ്ത് 3 തവണ വെയിൽ മുഴുങ്ങി.
മറ്റാരെങ്കിലും ആവും ഫോൺ എടുക്കുക എന്ന ശങ്കയിൽ കട്ട് ചെയ്യാനായി വിരൽ തുമ്പ് സന്നദ്ധമാക്കി വെച്ചു. എന്നാൽ പൊടുന്നനെ അമൃത് വർഷിക്കും പോലെ അവന്റെ കാതിൽ ആയിഷയുടെ സ്വരം വീണു. ഹലോ. ഹൃദയം നിറഞ്ഞതുകൊണ്ടാവാം ഒരു നിമിഷത്തേക്ക് കാശിബിന് ശബ്ദിക്കാനായില്ല. ഹലോ, ആയിഷ ആവർത്തിച്ചു. ആയിഷു, ഇത് ഞാനാ, കാശ്യപ്, അവൻ അറിയിച്ചു. ആയിഷയിൽ ഞെട്ടലുണ്ടായി, അമ്പരപ്പുണ്ടായി. ആയിഷു എന്താ ഒന്നും മിണ്ടാത്തത്? അവിടെ സേഫാണോ? നമ്മുടെ സംസാരം ആരെങ്കിലും ചോർത്തുമോ? കാശ്യപ് ചോദിച്ചു. കാശ്യപ് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വിളിച്ചായിരുന്നോ? ഒരു മറു ചോദ്യമാണ് ആയിഷയിൽ നിന്നുണ്ടായത്. ഇല്ല, ഇടയ്ക്കിടെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. എത്ര നാള് കൂടിയാ എനിക്കെന്റെ പെണ്ണിനെ ലൈനിൽ കിട്ടുന്നത്. ഉച്ചയ്ക്ക് പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല, ആയിഷ പറഞ്ഞു. മറുപടി പറയും മുമ്പേ ഫോൺ വെച്ചില്ലേ? മരിച്ചേക്കാന്ന് തീരുമാനിച്ചതാ ഞാൻ. വേണ്ട, ഇനി കാശ്യപ് ഒന്നും പറയണ്ട. എനിക്ക് ഇയാളെ മനസ്സിലായി. എന്ത് മനസ്സിലായി? ശകലം സ്നേഹമില്ലെന്നും. സ്നേഹമില്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ. കാശ്യപിന്റെ തൊണ്ടയിടറി. ആയിഷു, നിനക്ക് എന്നെ മനസ്സിലാവില്ല. ഇന്നുച്ചയ്ക്ക് എനിക്ക് എല്ലാം മനസ്സിലായി. കാശ്യപിനോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്റെ അച്ഛനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഒപ്പം ഇറങ്ങിപ്പോരാൻ തീരുമാനിച്ചവളാ ഞാൻ. പക്ഷെ ഇനിയില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. നോ ആയിഷു, ഇന്ന് ഞാൻ ആദ്യം വിളിക്കുക നിന്നെ. ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചിട്ടില്ല. സത്യം, സത്യം, പ്രതിജ്ഞ പോലെ കാശ്യപ് പറഞ്ഞു. എങ്കിൽ പിന്നെ ആരാ വിളിച്ചത്? എനിക്കറിയില്ല, സത്യമാണ്. ഇന്നിവിടെ റീന വന്നിരുന്നു. അതും കാശ്യപ് പറഞ്ഞിട്ടില്ലെന്നാണോ? ആയിഷ ചോദിച്ചു. റീന വന്നിരുന്നോ? എന്തിന്? കാശ്യപിന്റെ അച്ഛൻ അയച്ചിട്ട്. കാശ്യപിനൊപ്പം ഞാൻ ഇറങ്ങിപ്പോന്നാൽ എന്നെ കൊന്നുകളയുമെന്ന് പറയാൻ വന്നതാണ്. ആര് കൊന്നുകളയുമെന്ന്? മറ്റാരാ? കാശ്യപിന്റെ അച്ഛൻ തന്നെ. കാശ്യപ് ഇക്കാര്യം അറിയരുതെന്നും റീന എന്നോട് പറഞ്ഞിരുന്നു. അവളുടെ ജീവനും അപകടത്തിലാവുമെന്നും. പക്ഷേ ഒന്നും കാശ്യപിനെ വിളിക്കാൻ എനിക്ക് വയ്യ. എന്റെ അച്ഛനെ വെറുതെ സംശയിച്ചതല്ലേ. അച്ഛൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഇല്ല ആയിഷു, ഇതിലെന്തോ കള്ളത്തരമുണ്ട്. ഒരു പക്ഷേ നിന്റെ അച്ഛനും ഏട്ടന്മാരുമായിരിക്കും ഇതിന് പിന്നിൽ. അത് ശരി, ആയിഷയുടെ സ്വരം കനത്തു. ഇപ്പോഴും എന്റെ അച്ഛനും ഏട്ടന്മാരുമാണോ കുറ്റക്കാർ? കാശ്യപിന്റെ അച്ഛൻ സത്യസന്ധനും? കാശ്യപ് അതിന് മറുപടി പറഞ്ഞില്ല. ഒന്നെനിക്ക് തീർച്ചയാ, ആയിഷ പറഞ്ഞു. ഒരു കാരണവുമില്ലാതെ എന്റെ അച്ഛൻ നമ്മുടെ കല്യാണത്തിന് എതിര് നിൽക്കില്ല. അതുകൊണ്ട് കാശ്യപ് വിളിച്ചാലും ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വരില്ല. എന്റെ അച്ഛന് ഞാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞു. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ കാശ്യപ് ഇങ്ങോട്ട് വരണം. കാശ്യപിൽ നിന്ന് മറുപടി ഉണ്ടായില്ല. വരില്ല അല്ലേ? ആയിഷ ചോദിച്ചു. എന്റെ ജീവൻ അപകടത്തിലാകുമെന്നറിഞ്ഞിട്ടും കാശ്യപ് സ്വന്തം വാശിയിൽ തന്നെ പിടിച്ചു തൂങ്ങുകയാണല്ലേ? നീ പറഞ്ഞതെല്ലാം സത്യമാണോന്ന് ഞാനൊന്ന് തിരക്കട്ടെ, കാശ്യപ് പറഞ്ഞു. സത്യമാണെന്നറിഞ്ഞാൽ? ആയിഷയ്ക്ക് ജിജ്ഞാസയായിരുന്നു. ഞാൻ അങ്ങോട്ട് വരും. പക്ഷേ ചതി നിന്റെ ആളുകളുടെ പക്ഷത്താണെങ്കിൽ നീ ഇങ്ങോട്ട് വന്ന് നിന്റെ സ്നേഹം തെളിയിക്കേണ്ടി വരും ആയിഷ. കാശ്യപ് ഫോൺ വെച്ചു. ഒരു നിമിഷം തളർച്ചയോടെ ടെലിഫോണിലേക്ക് നോക്കി നിന്നിട്ടാണ് അവൻ തിരിഞ്ഞ് ബൂത്തിൽ പണം നൽകിയത്. എന്താ സാർ, വല്ലാത്തൊരു ബൗഡ് ഔട്ട്. ബൂത്തിലിരിക്കുന്ന പയ്യൻ കാശ്യപിനോട് തിരക്കി. അവന് കാശ്യപിനെ അറിയാം, ആയിഷയുമായുള്ള ബന്ധവും അറിയാം. മിക്കവാറും ഇതേ ബൂത്തിൽ നിന്ന് തന്നെയാണ് അവൻ ആയിഷയെ വിളിക്കാറുള്ളതും. ഹേയ്, നത്തിങ്. കാശ്യപ് ചമ്മലിൽ ചിരിച്ചു. സാർ വിളിച്ചാൽ ആ കുട്ടി ഇറങ്ങിപ്പോരുമോ? ചെറുപ്പക്കാരൻ വിട്ടില്ല. അതോ കോടതിയിൽ നാണക്കേടുണ്ടാക്കുമോ? ആ കിള്ളിച്ചികയിൽ കാശ്യപിന് ഇഷ്ടപ്പെട്ടില്ല. ഗ്ലാസ് ഡോർ തുറന്ന് അവൻ പുറത്തേക്ക് നടന്നു. ഗ്യാരേജിൽ കടന്ന് തന്റെ ബൈക്ക് ഉന്തി പുറത്തു കൊണ്ടുവന്നു. സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് കുഴപ്പം മനസ്സിലായത്. അസാധാരണമായൊന്നും കാശ്യപിന് തോന്നിയില്ല. എന്താണ് ട്രബിളെന്ന് പരിശോധിക്കാനും മെനക്കെട്ടില്ല. വണ്ടി അവിടെ തന്നെ വെച്ച് അവൻ പുറത്തേക്ക് നടന്നു. വീട്ടിൽ ചെന്നിട്ട് ഏതെങ്കിലും വർക്ക്ഷോപ്പിലേക്ക് ഫോൺ ചെയ്ത് പറയാമെന്ന് വിചാരിച്ചു. ഹോട്ടലിന്റെ ഗേറ്റിംഗിലെത്തി കാശ്യപ്. ഓട്ടോറിക്ഷയിൽ അക്ഷമനായി കാത്തിരിക്കുകയായിരുന്നു അശോകൻ. കാശ്യപിനെ കണ്ടതോടെ അയാൾക്ക് ഉത്സാഹമായി. എന്നാൽ കാശ്യപ് അശോകന്റെ ഓട്ടോറിക്ഷയെ അവഗണിച്ചുകൊണ്ട് റോഡിനപ്പുറത്തുള്ള ടാക്സി സ്റ്റാൻഡിലേക്കാണ് നടന്നത്. തങ്ങളുടെ സർവ്വ പദ്ധതികളും പൊളിയുമല്ലോ എന്ന ആദിയായി അശോകന്. അയാൾ ഓട്ടോ ഓടിച്ച് കാശ്യപിന്റെ അരികിൽ കൊണ്ടുവന്ന് നിർത്തി. തന്നെ അയാൾ തിരിച്ചറിഞ്ഞാലും കുഴപ്പമില്ല എന്ന് അശോകൻ തീരുമാനിച്ചു. ഈ രാത്രിക്കപ്പുറം ഈ ചെറുപ്പക്കാരൻ ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ജീവിക്കാനായി ഇയാളെ തങ്ങൾ വിടില്ല. സാർ എന്താ പതിവില്ലാതെ നടന്ന്? തല പുറത്തേക്കിട്ട അശോകൻ കാശ്യപിനോട് തിരക്കി. അശോകനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി കാശ്യപ്. സാറിന് എന്നെ മനസ്സിലായില്ലായിരിക്കും, അശോകൻ ചോദിച്ചു. മനസ്സിലായി, കാശ്യപ് പറഞ്ഞു. മേനോൻ ആൻഡ് മേനോൻ ഡ്രാമ സിനഗോഗിലല്ലേ താൻ വർക്ക് ചെയ്യുന്നത്? ആയിരുന്നു. അടുത്തയിടെ ഞാൻ അവിടുന്ന് പിരിഞ്ഞു. ഇനിയുള്ള കാലത്ത് നാടക ട്രൂപ്പിന്റെ പുറകെ നടന്നിട്ടൊന്നും കാര്യമില്ല സാർ. കുടുംബം പട്ടിണിയാവും. ഇത് സ്വന്തം വണ്ടിയാണോ? കാശ്യപ് ആരാഞ്ഞു. അല്ല സാർ,
ഒരു ഫ്രണ്ടിന്റെയാ. അവന് അസൗകര്യമുള്ളപ്പോ ഞാൻ ഓടിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഒരു വണ്ടി ഒരു സ്വപ്നം മാത്രമാ. സാർ അച്ഛനോട് പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഒരു പണി ശരിപ്പെടുത്തി തരണം. അത് പറയാനാ സാറിനെ കണ്ടുകൊണ്ട് ഞാൻ പിന്നാലെ വന്നത്. പറഞ്ഞു തീർന്നപ്പോൾ അശോകന് തൃപ്തി തോന്നി. തന്റെ റോൾ താൻ ഭംഗിയായി ചെയ്യുന്നുവെന്ന സന്തോഷവും. കാശ്യപാണെങ്കിൽ അശോകനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവന് യാതൊരു സംശയവും തോന്നിയില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടാനില്ല, കാശ്യപ് പറഞ്ഞു. താൻ നേരിൽ ചെന്ന് അച്ഛനെ കാണുന്നത് നല്ലത്. മിടുക്കനാണെന്ന് തോന്നിയാൽ അച്ഛൻ തന്നെ മടക്കില്ല. ശമ്പളക്കാര്യം മാത്രം മുമ്പേ ഉറപ്പിച്ചിരിക്കണം, അല്ലെങ്കിൽ അച്ഛൻ തന്നെ പറ്റിക്കും. അത് ഞാൻ നോക്കിക്കോളാം. അശോകൻ ചിരിച്ചു. സാർ ഇപ്പൊ എങ്ങോട്ടാ? വീട്ടിലേക്കാ. എന്റെ ബൈക്ക് കേടായി. എങ്കിൽ സാറി വണ്ടിയിലോട്ട് കയറിക്കോ. വളരെ തിടുക്കത്തിലാണ് അശോകൻ പറഞ്ഞത്. ഞാനും അത് വഴിയാ. വീടിന്റെ ഗേറ്റിങ്കൽ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. കാശ്യപ് ഒന്ന് മടിച്ചു. ഒരു നിമിഷം ആലോചിച്ചു നിന്നു. കേറിക്കോ സാറേ. അതോ ഓട്ടോറിക്ഷയിൽ കയറില്ലെന്നുണ്ടോ? കൂലി മേടിക്കുമല്ലോ സാർ. കാശ്യപ് ചെറു ചിരിയോടെ അശോകനെ നോക്കി. അതിനെന്താ സാർ, ഇതെന്റെ തൊഴിലല്ലേ. കാശ്യപ് ഓട്ടോയിൽ കയറിയിരുന്നു. പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ അശോകൻ വണ്ടി വിട്ടു. ആയിഷയ്ക്ക് വേറെ കല്യാണാലോചനകൾ വല്ലതുമുണ്ടോ? ആയിഷയുടെ കുറച്ചു മുമ്പെയുള്ള വർത്തമാനത്തിൽ സംശയം തോന്നിയതിനാലാണ് കാശ്യപ് അശോകനോട് ചോദിച്ചത്. ഏതായിഷ? അശോകൻ ഭംഗിയായി പൊട്ടം കളിച്ചു. കാശ്യപിന് അയാളിലും സംശയം തോന്നി. മോഹൻ മേനോന്റെ മകൾ ആയിഷ ഇയാൾ അറിയില്ലേ? സിനഗോഗിലെ പ്രധാന നടിയായ ആയിഷയെ. ഓ, ആയിഷക്കുട്ടി. പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അശോകൻ ചിരിച്ചു. ആ കൊച്ചുമായ സാറ് അല്പ ലൈനിലാണെന്ന് ഇടയ്ക്ക് എപ്പോഴോ കേട്ടിരുന്നു. പിന്നെ തെറ്റി അല്ലേ? ഒന്നും അറിയാത്ത മട്ടിലാണ് ചോദ്യം. അവൻ അത്ര ശരിയല്ലെന്ന് കാശ്യപിന് മനസ്സിലായി. അതോടെ അവൻ നിശബ്ദനായി. തുടർന്ന് സംസാരിക്കാൻ അശോകന് വിഷയം കിട്ടിയില്ല. റെയിൽവേ ഗേറ്റിനടുത്തെത്തിയപ്പോൾ ഓട്ടോറിക്ഷയുടെ വഴി തടഞ്ഞ് മുന്നിൽ കയറി നിന്നുകൊണ്ട് മൂസാക്കുട്ടി കൽപ്പിച്ചു, നിർത്ത്. കാശ്യപിന് അമ്പരപ്പുണ്ടായി. അവിടെയും അശോകനൊന്ന് ഉരുണ്ടു കളിച്ചു. ആരാ ഇത് വണ്ടിയുടെ മുന്നിൽ കയറി ചാകാൻ നിൽക്കണത്? മാറടവുന്നു. ഇപ്പോൾ മൂസാക്കുട്ടിക്ക് അമ്പരപ്പായി. മുമ്പ് കണ്ടിട്ടില്ലാത്ത ഭാവത്തിലാണ് അശോകന്റെ വർത്തമാനം. പെട്ടെന്നായിരുന്നു അശോകന്റെ അടുത്ത കസർത്ത്. അല്ലേ, ഇത് നമ്മുടെ മൂസാക്കയല്ലേ? മൂസാക്കുട്ടിയെ അത്ഭുതത്തിൽ നോക്കിക്കൊണ്ട് അശോകൻ ചോദിച്ചു. സത്യം പറയാലോ, കണ്ടിട്ട് മനസ്സിലായില്ല. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? അശോകൻ അഭിനയിക്കുകയാണെന്ന് മനസ്സിലായതും മൂസാക്കുട്ടിക്ക് ഉത്സാഹമായി. അന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ ഞാൻ. പൊരയിൽ തിരക്കിയപ്പോ നീ വണ്ടിയിലാണെന്നറിഞ്ഞു. ഞമ്മളും കൂടി കയറട്ടെ മോനെ വണ്ടിയില്. എന്റെ ഒരു ഫ്രണ്ടാ. അശോകൻ മൂസാക്കുട്ടിയെ കാശുവിന് പരിചയപ്പെടുത്തി. ഈ കാണും പോലെയല്ല, ആളൊരു പാവാ. എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആളാ. ഈ ജന്മം മറക്കാൻ കഴിയൂല. പിന്നെ മൂസാക്കുട്ടിയോട് ആജ്ഞാപിച്ചു, കയറ് മൂസാക്ക വണ്ടിയില്. എങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. ഓട്ടോയിൽ നിന്ന് ഇറങ്ങാനൊരുങ്ങി കാശ്യപ്. അയ്യോ, അത് വേണ്ട സർ. കൈ നീട്ടി അശോകൻ കാശ്യപിനെ തടഞ്ഞു. സാറിനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അതുവരെ മൂസാക്ക ഈ മൂലക്കിരുന്നോളൂ. ഒരു ഉപദ്രവം ഉണ്ടാക്കൂല, ഇല്ലേ മൂസാക്ക? ഒപ്പം ഇരിക്കുന്നത് ഈ ടൗൺ മൊത്തം വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന മുതലാളി കൊച്ചനാണ്. ചിരിയോടെ അശോകൻ മൂസാക്കുട്ടിയോട് പറഞ്ഞു. വെട്ടിൽ വീണതുപോലെയായ കാശ്യപ്. അശോകന്റെ സ്നേഹപ്രകടനം കാരണം നിഷേധിക്കാൻ അവന് പ്രയാസമായി. നമ്മൾ ഈ മൂലക്കിരുന്നോളാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മൂസാക്കുട്ടിയും ഓട്ടോറിക്ഷയിൽ കയറി. അയാൾ ഒരു കാൽ ഓട്ടോയിലേക്ക് വെച്ചപ്പോൾ തന്നെ അശോകൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവർ റെയിൽവേ ഗേറ്റ് കടന്നതും ഗേറ്റിലുണ്ടായിരുന്ന സിഗ്നൽ ലൈറ്റിന്റെ നിറം മാറി. ഉടൻ തന്നെ ഗേറ്റ് അടയുകയും ചെയ്തു. ഭാഗ്യം, അശോകൻ ചിരിച്ചു. ഏതോ വണ്ടി വരാൻ പോകുന്നുണ്ട്. പിന്നെ അതിന്റെ വിശദീകരണം എന്നോണം കാശ്യപിനോട് പറഞ്ഞു. ഒരു മിനിറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആ വണ്ടി പോകും വരെ കാത്തു കിടക്കേണ്ടി വന്നേനെ. അടുത്ത വണ്ടി വരും വരെ ഇല്ലേ? മൂസാക്ക ചോദിച്ചു. നസറു അവിടെ റെഡിയായി നിൽക്കുവാണെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് തന്നെ കാര്യം സാധിക്കണം, ഇല്ലെങ്കിൽ പുലിവാല. മൂസാക്കുട്ടി പറഞ്ഞത് എന്താണെന്ന് കാശ്യപിന് മനസ്സിലായില്ല. റെയിൽവേ ട്രാക്കിന് സമാന്തരമായ റോഡിലൂടെ അശോകൻ ഓട്ടോറിക്ഷ പറത്തി വിടുകയാണ്. വെളുപ്പാങ്കാലത്ത് 5 മണി. മേനോൻ ആൻഡ് മേനോൻ ഡ്രാമ സിനഗോഗിന്റെ നാടകവണ്ടി ഓഫീസിൽ തിരിച്ചെത്തി. രാജേഷും വിനീതും അമ്മുവും ഗൗതമനും വീട്ടിലെത്തിയപ്പോൾ ഹാളിലെ ചാരു കസേരയിൽ ഉണർന്നു കിടക്കുകയായിരുന്നു മോഹൻ മേനോൻ. അയാളാണ് മക്കൾക്ക് വാതിൽ തുറന്നു കൊടുത്തത്. അച്ഛൻ എന്തേ, ഉറങ്ങിയില്ലേ? അമ്മു മേനോനോട് ചോദിച്ചു. നോ. മേനോൻ മുഖം ചലിപ്പിച്ചു. അല്പം മുമ്പ് ഉണർന്നതാ ഞാൻ. അപ്പോ വണ്ടി വന്ന ശബ്ദം കേട്ടു, പിന്നെ കിടന്നില്ല. അതോടെ അമ്മുവും ഗൗതമനും തങ്ങളുടെ മുറിയിലേക്ക് പോയി. അവർ പോകാനായി കാത്തു നിൽക്കുകയായിരുന്നു രാജേഷും വിനീതും. ഹാരിസ് വിളിച്ചായിരുന്നു അച്ഛ? വിനീത് ശബ്ദം താഴ്ത്തി മേനോനോട് തിരക്കി.
ഇല്ല, ആരെങ്കിലുമൊക്കെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. രാത്രി ഒരു 9 മണി കഴിഞ്ഞ ശേഷം ഈ വീട്ടിലെ ഫോണുകൾ ശബ്ദിച്ചിട്ടേയില്ല. അവരുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല. രാജേഷ് സംശയത്തിൽ അനിയനെ നോക്കി. ഹാരിസ് ആണെങ്കിൽ ഇന്നലെ ശരിക്കും മൂഡൌട്ടിലായിരുന്നു. വീമ്പ് പറയുന്നതൊക്കെ കാര്യത്തോടെടുക്കുമ്പോൾ ദേഹം വിറയ്ക്കും. കാര്യം നടന്നില്ലെങ്കിൽ ദൈവം തുണച്ചു. മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് മേനോൻ പറഞ്ഞു. അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നത്? വിനീത് ചോദിച്ചു. ആയിഷയുടെ മനസ്സ് മാറി. കാര്യമൊക്കെ പിന്നെ പറയാം. ഇനി കാശിപ്പ് വന്ന് വിളിച്ചാലും അവൾ പോകില്ലെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുക. ആ സ്ഥിതിക്ക് വെറുതെ എന്തിനാ ഒരു മനുഷ്യജീവൻ ഇല്ലായ്മ ചെയ്യുന്നത്? മേനോൻ മക്കളെ നോക്കി. രാജേഷിനും വിനീതിലും ഞെട്ടലുണ്ടായി. നേരാണോ അച്ഛാ? വിനീത് ആരാഞ്ഞു. കാശി വിളിച്ചാൽ ആയിഷ പോവില്ലേ? സംശയം ഉണ്ടെങ്കിൽ നീ അവളോട് ചോദിക്കേ, മേനോൻ പറഞ്ഞു. ഹാരിസിനെ ഹോട്ടലിലേക്കൊന്ന് വിളിച്ചാലോ? രാജേഷ് തിരക്കി. വേണ്ട, വിനീത് പറഞ്ഞു. വല്ല പ്രശ്നവും ഉണ്ടായെങ്കിൽ അത് അപകടമാണ്. ഇനിയിപ്പോ അവരാരെങ്കിലും ഇങ്ങോട്ട് വിളിക്കും വരെ നമ്മൾ അനങ്ങാൻ പാടില്ല. ഒന്ന് തീർച്ച, 1 മണിക്കൂർ കഴിഞ്ഞാൽ എന്തേലും വിവരം കിട്ടാതിരിക്കില്ല. അത് ശരിയായിരുന്നു. കൃത്യം 6 മണിക്ക് മേനോന് ഒരു സുഹൃത്ത് വിളിച്ചു. ഒരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ട്. ജയപാല പണിക്കരുടെ മകൻ കാശ്യപ് റെയിൽവേ ട്രാക്കിൽ കഷ്ണങ്ങളായി ചിതറിക്കിടക്കുന്നു. ടെലിഫോൺ റിസീവറും കയ്യിൽ പിടിച്ച് മരവിച്ചിരുന്നു പോയി മോഹൻ മേനോൻ. ഫോൺ ചെയ്ത സുഹൃത്ത് എന്തൊക്കെയോ കൂടി പറയുന്നുണ്ടായിരുന്നു, ചോദിക്കുന്നുണ്ടായിരുന്നു. മോഹൻ മേനോൻ ഒന്നും കേട്ടില്ല. മൂത്ത മകൻ രാജേഷ് വന്നാണ് അച്ഛന്റെ കയ്യിൽ നിന്ന് ടെലിഫോൺ റിസീവർ വാങ്ങി ക്രാഡിൽ വെച്ചത്. എന്താ അച്ഛാ? അയാൾ ആരാഞ്ഞു. ആരാ വിളിച്ചത്? ഞെട്ടലോടെ മകനെ ഒന്ന് നോക്കിയിട്ട് വിറയ്ക്കുന്ന സ്വരത്തിൽ മേനോൻ പറഞ്ഞു. അവരത് ചെയ്തു. ഉവ്വോ? തങ്ങൾ പറഞ്ഞേൽപ്പിച്ച കാര്യമായിരുന്നിട്ടും രാജേഷിന് ശ്വാസം മുട്ടാൻ അനുഭവപ്പെട്ടു. ആരാ വിളിച്ചു പറഞ്ഞത്? ഹാരിസ് ആണോ? അവരാരുമല്ല. ജാഗ്രതയോടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചിട്ടാണ് മേനോൻ ബാക്കി പറഞ്ഞത്. എന്റെ ഒരു ഫ്രണ്ടാ, അലക്സാണ്ടർ. റെയിൽവേ ട്രാക്ക് കാശ്യപ് കഷ്ണങ്ങളായി ചിതറിക്കിടക്കുന്നുണ്ടത്രേ. ആളെ തിരിച്ചറിഞ്ഞ ശേഷമാണോ വിളിച്ചത്? പിന്നല്ലേ, കാശ്യപ് ആയിഷയും തമ്മിൽ വിവാഹം നിശ്ചയിച്ചിരുന്നതും പിന്നെ തെറ്റിയതും കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തതുമൊക്കെ അയാൾക്കറിയാം. അതുകൊണ്ടാവും വിളിച്ചതും. അയാളുടെ സ്വരത്തിൽ വല്ല സംശയവും? അതൊന്നുമില്ല, പക്ഷേ എന്തൊക്കെ ഉണ്ടാകാമെന്നാ അറിയുന്നത്. ഒന്നും വേണ്ടിയിരുന്നില്ല, ഒന്നും. മേനോൻ കൈകൾ കൂട്ടിത്തിരുമി. വിനാശകാലത്ത് തോന്നിയ വിപരീത ബുദ്ധിയ. എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടായാൽ മതി. ഈ കാലം മുഴുവൻ പണിപ്പെട്ടുണ്ടാക്കിയ സൽപ്പേര് മൊത്തം തകരും. അതുമാത്രോ? രാജേഷ് അച്ഛന്റെ വായ് പൊത്തി. അച്ഛൻ നിയന്ത്രിക്കണം. ഇവിടെ ഈ വാർത്ത എങ്ങനെ വെളിപ്പെടുത്തുമെന്നതാ ഏറ്റവും വലിയ പ്രശ്നം. ആയിഷ ബഹളം വെക്കും. അതിലും സൂക്ഷിക്കേണ്ടത് ഗൗതമനെയാ. പിന്നെ ആൻമേരി, അവൾ ബുദ്ധിമതിയാ. കുത്തി കുത്തി ചോദിക്കും. നീ ഏതായാലും വിനിയെ വിളിക്കേ. നമ്മളെ രണ്ടുപേരെക്കാൾ ഭേദം അവനാ. രാജേഷ് പോയി വിനീതിനെ വിളിച്ചുകൊണ്ട് വന്നു. അച്ഛനും മക്കളും രണ്ടുപേരും കൂടി രഹസ്യമായി ആലോചിച്ചു. സ്റ്റേജിൽ ഒരുപാട് നാടകങ്ങൾ കളിച്ചിട്ടുള്ളതല്ലേ. നമ്മളിപ്പോ ജീവിതത്തിലും തകർത്തു വാരി അഭിനയിക്കാൻ പോവാ. അച്ഛൻ തളരരുത്, വിനീത് പറഞ്ഞു. എന്തെങ്കിലും ഒരു തടസ്സോ താമസോ സംഭവിച്ച് എങ്ങനെയെങ്കിലും അവന്മാരുടെ പദ്ധതി പൊളിയണേ എന്ന് തലേ രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു. തലയ്ക്ക് കൈ കൊടുത്തിരുന്ന് മോഹൻ മേനോൻ വിലപിച്ചു. ഇനി അതേക്കുറിച്ചൊന്നും അച്ഛൻ ചിന്തിക്കേണ്ട, വിനീത് അറിയിച്ചു. എങ്ങനെയും പിടിച്ചു നിൽക്കാൻ നോക്കുക. നമ്മുടെ പിടിപ്പുകേട് കൊണ്ട് നമ്മെ ആളുകൾ സംശയിക്കാൻ ഇടവരരുത്. സംഭവം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒളിച്ചു വെച്ചിട്ടും കാര്യമില്ല. മറ്റുള്ളവർ ഈ വാർത്ത കേട്ടാൽ എങ്ങനെ പ്രതികരിക്കുമോ അങ്ങനെ തന്നെ അഭിനയിക്കുക. അച്ഛൻ അധികമൊന്നും പറയണ്ട, മനസ്താപിച്ച് കിടന്നോണ്ടാ മതി. ഞാൻ ഈ ന്യൂസ് ഇവിടെ റിവീൽ ചെയ്യാൻ പോവാ. ഗൗതമനോട് ഞാൻ പറയും. അയാൾ അമ്മൂനോടും അമ്മയോടും ഏട്ടൻ ഏട്ടത്തിയോടും പറയുക. എല്ലാവരും ചേർന്ന് സമർത്ഥമായി വേണം ആയിഷയോട് പറയാൻ. കാശ്യപ് ആത്മഹത്യ ചെയ്തതാണ്, അങ്ങനെ നമ്മൾ വിശ്വസിക്കുള്ളൂ. വിനീത് തിരിഞ്ഞ് ഗൗതമന്റെയും അമ്മുവിന്റെ അറയിലേക്ക് നടന്നു. ചാമരം എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്